അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആഷി ഉസ്താദിൻ്റെ ഉമ്മയും ഉപ്പയും ഹബീബ് ഉസ്താദും ആയിഷുവും പെണ്ണ് കണ്ടുപോയതിൽ പിന്നെ ശരിക്കും ഹാദിയുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു സ്വപ്നങ്ങളായിരുന്നു. മോളെ, ആ ഉമ്മ, എന്താ ആലോചിച്ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. എന്നാലും ഇന്നിപ്പോൾ എന്താ പതിവില്ലാതെ മുറ്റത്ത് കൂടെയൊക്കെ ഇങ്ങനെ വീൽ ചെയറിൽ നടക്കുന്നത്? മറ്റേത് അവിടെ ഒരു ഭാഗത്ത് മാത്രം ഒതുങ്ങിയിരിക്കുകയായിരിക്കുമല്ലോ എൻ്റെ മോള്. ഉമ്മ, എന്നാൽ ഉപ്പ പെട്ടെന്ന് അവള് ചെടികളും പൂക്കളൊക്കെ കണ്ടൊന്ന് ആസ്വദിക്കട്ടെ. അതെ, അവളുടെ മനസ്സിലുണ്ടാവില്ലേ, ഒരുപാട് ദിവസമായില്ലേ അവളിങ്ങനെ അകത്ത് അടച്ചിട്ട പോലെ നിൽക്കുന്നു, എൻ്റെ കുട്ടി എല്ലാം ആസ്വദിക്കട്ടെ. ആദ്യമൊക്കെ അവൾ ഇതെല്ലാം താലോലിക്കാറുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് എൻ്റെ പൊന്നുമോളുടെ ജീവിതത്തിലേക്ക് ബുദ്ധിമുട്ട് വന്നു തുടങ്ങിയപ്പോൾ പിന്നെ എൻ്റെ പൊന്നുമോൾക്ക് അത് വല്ലാത്തൊരു അവസ്ഥയായിരുന്നു. എന്നാൽ അൽഹംദുലില്ലാ, അതെ, ഇൽമ നോക്കി ദീന് നോക്കി കെട്ടിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാരണം തന്നെയാണ്. എൻ്റെ മോളുടെ മനസ്സിൽ സമാധാനം വന്നത് കണ്ടോ? ഈ ജസീറുമായിട്ട് കല്യാണം ഉറപ്പിച്ചപ്പോൾ ഓള് അത്രയൊന്നും സന്തോഷവതി എന്നാൽ അവളുടെ ആ മനോഹരമായ കവിളിലെ ആ ഒരു നുണക്കുഴികൾ വിടരുന്നത് ഉപ്പ ശ്രദ്ധിച്ചു. പൊന്നുമോളെ, ഉപ്പാൻ്റെ കുട്ടിക്ക് റാഹത്തായില്ലേ? ഉപ്പ, എൻ്റെ മോള് ആദ്യം ആഗ്രഹിച്ചതായിരുന്നല്ലേ ഇത്? ഉപ്പ, അതൊന്നും സാരല്ല, ജീവിതത്തിലെ നമുക്ക് സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കണ്ടേ. എന്നാലും ആ പിതാവിന് അത് വല്ലാത്തൊരു ഖേദമായിരുന്നു. എൻ്റെ പൊന്നുമോളെ ആദ്യ ഭർത്താവ് ജസീർ കാട്ടിക്കൂട്ടിയ ഈ ഒരു ചെറ്റത്തരം, റബ്ബേ. എന്നാൽ അവൾ പറയും, ഉപ്പ, എൻ്റെ പൊന്നുപ്പ കേസിനും കൂട്ടിനും ഒന്നും പോവണ്ട, എല്ലാം പഠിച്ച റബ്ബിൽ നമുക്ക് അർപ്പിക്കാം. അള്ളാഹു അല്ലേ വലിയവൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളെല്ലാം അള്ളാഹു റെഡിയാക്കി തരും. ഒന്നിനും പോകണ്ട, എല്ലാം ക്ഷമിക്കുക. ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു. ക്ഷമ ഈമാൻ്റെ ഭാഗമാണ് എന്ന് എൻ്റെ ഉസ്താദ് എന്നെ പഠിപ്പിച്ചിരുന്നു. എന്നാൽ ആ ഉപ്പ പറഞ്ഞു, മാഷാ അല്ലാ, ദീനുള്ള ചെക്കനെ കൊണ്ട് കെട്ടിക്കണം എന്ന് പറഞ്ഞാൽ ഇതാണ്, കണ്ടില്ലേ, അവൾ ഇപ്പോഴേ അതെല്ലാം പഠിച്ചു കഴിഞ്ഞു. ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു എന്നത് കൊണ്ട് തന്നെ അതെ, മറ്റൊരു കേസ് കൊടുക്കാനും ഒന്നിനും അവർ തയ്യാറാകുന്നില്ല. അവൾക്കതിന് താല്പര്യവുമില്ല. ഉപ്പ, അവർക്കുള്ള ശിക്ഷയൊക്കെ പടച്ച റബ്ബ് കൊടുത്തോളും, നമ്മളതിന് നിൽക്കണ്ട. അതെ, അള്ളാഹു എല്ലാം കാണുന്നുണ്ടല്ലോ. എന്തായാലും അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണെങ്കിൽ പടച്ച റബ്ബ് അയാൾക്ക് പുറത്തു കൊടുക്കട്ടെ. ശരിക്കും തൻ്റെ പൊന്നുമോളുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഉപ്പ നെഞ്ചത്ത് കൈവച്ചു പോയി. അതെ, തൻ്റെ പൊന്നുമോൾ ശരിയായി നടക്കുന്ന പൊന്നുമോളെ കാർ ഓടിച്ചു പോകുമ്പോൾ അതെ ലോറിയുമായി ചെന്ന് കുത്തി തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോളുടെ 2 കാലുകൾക്കും ശേഷി നഷ്ടപ്പെടുത്തിയ അവന് വേണ്ടിയും ഇവള് ദുആ ചെയ്യേ. ശരിക്കും ആ പിതാവിന് തൻ്റെ മകളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ വളരെയധികം സന്തോഷമായി. റബ്ബേ, അതെ, എൻ്റെ പൊന്നുമോൾ അതെ ശരിക്കും ദീനിയായ ഒരു പെൺകുട്ടിയായി മാറിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം പടച്ച റബ്ബിനെ സ്തുതിച്ചു. എന്നാൽ ഈ സമയം നമ്മുടെ റിസ്വാന വക്കീലിൻ്റെ വീട്ടിൽ, ഗൾഫിലെ വീട്ടിൽ, അത് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും അവരുടെ കാര്യങ്ങളിൽ അല്പം സങ്കടത്തിലാണ്. അതായത് പെട്ടെന്ന് ആ ഒരു വിവാഹം വേണ്ടെന്ന് വെച്ചതും അതിൻ്റെ കാര്യങ്ങളെല്ലാം തിരക്കിയതും എല്ലാം കൂടി ആയപ്പോൾ. എന്നാൽ റിസ്വാന വക്കീൽ പടച്ച റബ്ബിനെ സ്തുതിക്കുകയായിരുന്നു അപ്പോഴും ചെയ്തിരുന്നത്. അള്ളാഹുവേ, യാതൊരു കെണിയിലും എന്നെ പെടുത്താതെ നീ എന്നെ സംരക്ഷിച്ചല്ലോ അല്ലാ. അല്ലെങ്കിലും ചതിയിലൂടെ കീഴ്പ്പെടുത്താൻ പലർക്കും അത് എളുപ്പമായിരിക്കും. നേരിട്ട് സത്യസന്ധമായി ജീവിക്കുന്നവർ അതെ, അവരെ ചതിയിലൂടെ കീഴ്പ്പെടുത്തുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. എന്നാൽ ഞാൻ എൻ്റെ മാതാവിൻ്റെയും പിതാവിൻ്റെയും ഇഷ്ടത്തിന് ആ ഒരു വിവാഹത്തിന് കൂട്ടുനിൽക്കുകയും എന്നെ നിക്കാഹ് കഴിച്ച് കൊണ്ടുപോവുകയും ചെയ്തിരുന്നെങ്കിൽ ജസീർ എന്നെ വന്ന് അതെ ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. അത് അവൻ്റെ കൈക്കുള്ളിൽ ഞാൻ പെട്ടുകഴിഞ്ഞാൽ ഒരിക്കൽ പോലും എനിക്ക് ഒരു മോചനം ഉണ്ടാവില്ല. ശരിക്കും അവൻ എന്നെ കൊല്ലാക്കൊല ചെയ്യും. അവൻ്റെ പകയും പ്രതികാരവുമെല്ലാം തന്നിലൂടെ അവൻ വീട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ ഒരു നിമിഷം ഷാനുവിനെ ഓർത്തു. അല്ലാ, ഷാനുവിൻ്റെ ആ നല്ല മനസ്സുകൊണ്ട് ഞാനെല്ലാം അറിഞ്ഞു. എന്നാൽ ഉപ്പയെയും ഉമ്മയെയും അവളത് വിവരം ശരിക്കറിയിച്ചില്ല. കാരണം അത് ഇനിയിപ്പോൾ അറിയിച്ച് അവരെ ടെൻഷനാക്കണ്ട എന്ന് കരുതിയിട്ട്. എന്നാലും ഉപ്പ ഇടയ്ക്കിടെ ചോദിക്കുന്നുണ്ട്, എന്താണ് മോളെ സംഭവിച്ചത്, എന്താണ് ആ ഒരു വിവാഹാലോചന, അങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസുമായി ഉപ്പ വരുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുപ്പയുടെ കൈകൾ പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, എൻ്റെ ഉപ്പ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ, എല്ലാം ശരിയാവും. എൻ്റെ ഉപ്പ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട.
എന്നാൽ സത്യം പറഞ്ഞാൽ റിസ്വാന വക്കീൽ തന്നെ ചതിക്കാൻ ജസീർ എടുത്ത ചതികൾ ഓർത്ത് അവൾ വിതുമ്പി കരഞ്ഞു. റബ്ബേ, അവൻ കെട്ടിയ ഒരു പെണ്ണിനെ കാലുകൾക്ക് ശേഷിയില്ലാത്ത രീതിയിൽ അവൻ അവളുടെ ജീവിതം ഒരു മൂലക്കിലേക്കാക്കി. എന്നാൽ അടുത്തത് എൻ്റെ ഊഴമായിരുന്നു. അതെ, എന്നെയും വിവാഹം കഴിച്ച് കൊണ്ടുപോയി എന്നോടും ഒരു പക്ഷേ പറയുമായിരിക്കും, ഈ മുറിയുടെ പുറത്ത് മാത്രമായിരിക്കും നീ എനിക്ക് ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ റൂമിലേക്കിട്ട് പീഡിപ്പിച്ച് എന്നെ അത്രക്കും മോശമായ രീതിയിൽ എന്നെ ഉപദ്രവിച്ച് ഒടുവിൽ കൈകാലുകൾ വെട്ടിയിടുന്ന ആ ഒരു ചിത്രമായിരിക്കും. അതെ, അങ്ങനെയുമായിരിക്കില്ല ഹാദിയ എന്ന പെണ്ണ് പ്രതികരിക്കാത്തത് കൊണ്ട് അവൾക്കത്രേ. ഇനി ഞാൻ പ്രതികരിച്ചാലോ എൻ്റെ തലയായിരിക്കും അവനെടുക്കുക, ഉറപ്പാണ്. പക്ഷേ അവൻ കൊല്ലുന്നില്ല, ആരെയും കൊല്ലാത്ത രീതിയിൽ അവനിങ്ങനെ പകുതി ജീവനായി ഇട്ടിരിക്കുകയാണ്. എന്നെയും പൂട്ടിയിട്ടുണ്ടല്ലോ. അതെ, 1-2 ദിവസം എനിക്കറിയാം അവനെ. റബ്ബേ, ജസീറിൻ്റെ ചതിയെ തൊട്ട് നീ കാത്തുരക്ഷിക്ക് അല്ലാ. എന്നാൽ ഈ സമയം ജസീറിൻ്റെ വീട്ടിൽ അവൻ ആ ടേബിളിലിരുന്ന് എന്തോ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വല്യമ്മ അതുവഴി അങ്ങോട്ട് വന്നു. മോനെ, ഈ റമളാൻ മാസത്തിൽ എന്തൊക്കെയാണ് മോന് ഈ ചെയ്ത് കൂട്ടുന്നത്? ഇതേതള്ളെ മിണ്ടാതെ അവിടെ ഒരു ഭാഗത്തിരുന്നോളി. ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ടെന്നുള്ളത്. എന്താ മോനെ, നമ്മൾ ആ മാസത്തിനെങ്കിലും ഒന്ന് ബഹുമാനിക്കണ്ടേ? എന്നാൽ അവൻ്റെ ഉമ്മ അപ്പോഴേക്കും അവനെന്തേലും കാട്ടിക്കോട്ടെ, നിങ്ങളിപ്പോൾ എന്തിനു ബേജാറാണ്? അതൊക്കെ ഓൻ്റെ ഇഷ്ടമല്ലേ. നിങ്ങളിപ്പോൾ അതിനെ കുറിച്ചൊന്നും പറയുന്നു വേണ്ട. ഇപ്പോൾ റമളാൻ മാസത്തിൽ ആരൊക്കെ നോമ്പ് നോൽക്കാതിരിക്കണം നമുക്കറിയോ? പലർക്കും പുറത്ത് നോമ്പായിരിക്കും, കാണാതെ ഭക്ഷണം കഴിക്കണമുണ്ടാവും. എന്നാലും നമ്മൾ ബഹുമാനിക്കണ്ടേ? എന്നാൽ തീരെ ഒരു ബഹുമാനമില്ലാതെ ജസീർ അത്രക്കും മോശമായ രീതിയിൽ എല്ലാവരുടെയും ഇടയിൽ നിന്ന് വരെ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു രംഗം കണ്ടപ്പോൾ ആ വല്യമ്മ പറഞ്ഞു പോയതാണ്. ഇല്ല മക്കളെ, ഞാൻ പറയണില്ല. ഏതായാലും പഠിച്ചോനെ, നീ കാക്ക്. എവിടേക്കാണ് ഈ പോക്ക് എനിക്കറിയുന്നില്ല. അല്ലെങ്കിൽ എന്തിനിപ്പോൾ ഓൻ്റെ കാര്യം നോക്കാൻ നിങ്ങൾക്കൊരു മൂലക്കിലവിടെ ഇരുന്നാൽ പോരെ? അതെ, ജസീറിൻ്റെ ഉമ്മ അത് പറയുമ്പോൾ ഉമ്മമാരാണ് മക്കൾക്ക് ഉപദേശിച്ച് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഒക്കെ തള്ളി അതിന് കൂട്ടന്നെ. അതേ, ഞങ്ങളെ കാര്യങ്ങൾ നോക്കാം. നിങ്ങളൊരു മൂലക്കിൽ അവിടെ നിന്നോളി. അതൊന്ന് വൃദ്ധസ്ഥാനത്ത് കൊണ്ടാക്കണോ? വാണ്ടിയത് പറഞ്ഞോളി. ഏതായാലും മൂലക്കിൽ നിന്നോട്ടെ ചിട്ടാ. അപ്പോൾ പിന്നെ ഇങ്ങോട്ട് കയറി വരണ്ട നിങ്ങൾ. എന്നാൽ ജസീറും ഉമ്മയും പലപ്പോഴും ഒന്നാവുകയായിരുന്നു. ഇടയ്ക്കിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അവർ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പലതും പറഞ്ഞിരിക്കുക പതിവായിരുന്നു. എന്നാൽ ഈ സമയം ഉമ്മയോട് ജസീർ പറയുന്നു, ഉമ്മ എന്താടാ, പെട്ടെന്നൊരു നിക്കാഹ് ഇവിടെ ഉണ്ടാവും. നിക്കാഹോ? ആയത്? അതെ, മറ്റവൾ പോയില്ലേ, നീ കൊണ്ടാക്കിയതല്ലേ. എന്നിട്ടിപ്പോൾ എന്താ അങ്ങനെ പറയണത്? അതെ, വേണ്ടാത്തവരെ ഞാൻ കൊണ്ടാക്കുക മാത്രമല്ല, അവർക്കുള്ള ശിക്ഷ നൽകിയിട്ടേ കൊണ്ടാക്കി വിടുള്ളൂ. അവളെ കൊണ്ടാക്കി വിട്ടു, അവൾക്കുള്ള ശിക്ഷയും കൊടുത്തു. ജസീറിനെ എങ്ങാനും പറ്റിച്ച് പോകാനും നിനക്ക് നിന്നിട്ടുണ്ടെങ്കിലേ ഇതല്ല അതിനപ്പുറമായിരിക്കും. ആരപ്പോൾ നിൻ്റെ ജീവിതത്തിലേക്ക് ഇനി വരാൻ നിൽക്കണമെന്നാവോ? അതൊക്കെ ഉണ്ടുമ്മാ. അതൊരു വിദ്യാസമ്പന്നയായ പെണ്ണാണ്. ആര്? അതെ, വിദ്യാഭ്യാസമുള്ള ഒരു പെണ്ണ് എൻ്റെ ജീവിതത്തിലേക്ക് ഇപ്പം കടന്നു വരും. നിനക്കിപ്പോൾ വിദ്യാഭ്യാസമുള്ള പെണ്ണിനാണോ നോക്കുന്നത്? ബാക്കിയുള്ളവരെ കഴിഞ്ഞോ? അങ്ങനെയല്ല, വിദ്യാഭ്യാസം മാത്രമല്ല, ജഡ്ജി, വക്കീൽ. ഓ പിന്നെ ജഡ്ജിയും വക്കീലൊക്കെ ആയിട്ട് ഈ എന്താ കേസ് വാദിക്കാൻ പോവാണോ? വേണ്ടി വന്നാൽ വേണ്ടി വരും. അത് അത്യാവശ്യമാണ്. എനിക്കൊരു വക്കീലിനെ കിട്ടണം പെട്ടെന്ന് തന്നെ. എന്താ ജസീർ, നിനക്ക് തലക്ക് വെളിവില്ലേ? ഓരോന്ന് വിളിച്ച് പറയുന്നോ? നിനക്ക് ഇനിയിപ്പോൾ ഉമ്മ വക്കീലല്ല, മന്ത്രി വരെ എൻ്റെ ഭാര്യയായിട്ട് വരും. അതിനുള്ള കപ്പാസിറ്റി ജസീറിന് നിന്നുണ്ട്. മനസ്സിലായല്ലോ? കപ്പാസിറ്റി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, പെണ്ണുങ്ങളെ നോക്കാൻ പറ്റണ്ടേ? ഉമ്മ, നിങ്ങൾ കൂടുതൽ സംസാരിക്കരുത് എന്നോട്. ഞാൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ നിങ്ങളായിട്ടാണ് ഇവിടുന്ന് ഇറക്കി വിട്ടത്. ജസീറെ, നീ വേണ്ടാത്തരം പറയരുത്. അത് തികച്ചും തെറ്റായതായിരുന്നു. നിന്നെ വിവാഹം കഴിഞ്ഞിരുന്നോ? എന്നിട്ടാണോ നിനക്ക് അങ്ങനെ ഒരു പെണ്ണുമായിട്ട് ബന്ധം ഉണ്ടായതും കുഞ്ഞുണ്ടായതൊക്കെ? ഉമ്മ, അത് കേൾക്കുമ്പോൾ ഞാൻ നിങ്ങളെ മണ്ണെണ്ണി ഒഴിച്ചാൽ നിങ്ങളെ ശരിയാക്കും. ഓർത്തോ ജസീറെ, അനാശ്വാസ പ്രവർത്തനങ്ങൾ ഈ വീട്ടിൽ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് ആരൊക്കെ തന്നെയാണെങ്കിലും ഞാൻ പുറത്തെറിഞ്ഞ് തീരൂ. ശരിക്കും ഉമ്മയുടെ വാക്കുകൾ കേട്ട് ജസീറിന് ദേഷ്യം വന്നു. ഉമ്മയുടെ മുടിക്ക് അവൻ ചുറ്റിപ്പിടിച്ചു. എന്താ പറഞ്ഞത്? കുറേ കാലം എൻ്റെ പിന്നാലെ വേട്ടയാടെ നടക്കുന്നു. ഞാൻ പറഞ്ഞ അനുസരിച്ച് ഇവിടെ നിൽക്കുകയാണെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി. അല്ലെങ്കിൽ ഉണ്ടല്ലോ
എന്ന് പറഞ്ഞ് ഉമ്മയെ ആ ചുവരിലേക്ക് ഒരൊറ്റ തള്ള്. ഒരു നിമിഷം ജസീറേ നോക്കിക്കോ, നിൻ്റെ തള്ളയാണ്, ആ കാര്യം നീ മറക്കണ്ട. എൻ്റെ തള്ളയല്ല, തള്ളൻ്റെ തള്ളയല്ല, നോ പ്രോബ്ലം, എനിക്ക് കുഴപ്പമില്ല. നിങ്ങളെന്താ എന്നോട് പറഞ്ഞത്? ഞാൻ പറയുന്ന അനുസരിച്ച് കേട്ടിവിടെ നിന്നോണ്ടി, മനസ്സിലായല്ലോ? പിന്നെ നീ അനുസരിച്ച് നീ എന്താ എൻ്റെ തന്തയോ എന്നുള്ള രീതിയിൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പല രീതിയിൽ അനാവശ്യങ്ങൾ വിളിച്ച് പറയുമ്പോൾ ആ ഉമ്മ പറയുന്നു, പൊന്നു മക്കളെ, ഈ പുണ്യ റമദാൻ മാസത്തിൽ ഇങ്ങനെ തിരക്കൂടാൻ പുറപ്പെട്ടാൽ എന്താ ഇപ്പോൾ ഇവിടെ സമാധാനം ഉണ്ടാവുമോ? വല്ലാത്തൊരു പുതുമന്നെ. ഓൻ പോയതിന് ശേഷം നിങ്ങളെ നിയന്ത്രിക്കാനും ആളില്ലാതായി. നിങ്ങളിങ്ങനെ ഒറ്റക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടല്ലോ, വിലസന്നല്ലേ, എൻ്റെ മോളുള്ളെന്ന് കുറച്ചെങ്കിലും നിയന്ത്രണം ഉണ്ടേനു. ഓനാണ്ട് പോയതിൽ പിന്നെ ഏതായാലും വല്ലാത്തൊരു പുതുമ തന്നെയാണിത്. നിങ്ങളെ കാര്യം നോക്കിയാൽ മതി. ഞങ്ങൾ ഉമ്മയും മോനും അങ്ങനെ പലതും പറയും കാട്ടും ചെയ്യും. അത് നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. അപ്പോഴും രണ്ടുപേരും ആ ഉമ്മയുടെ നേർക്ക്. എന്നാൽ ജസീർ നേരെ, ദേ തള്ളയാണെന്ന് ഞാൻ നോക്കില്ല, വൃദ്ധസദനുണ്ട്, അതിൽ കൊണ്ടുപോയിട്ടാലേ അവിടുന്ന് മൂക്ക് മുട്ട് തിന്നാൻ കിട്ടും, നിങ്ങൾ ഇഷ്ടം പോലെ കഴിയുകയും ചെയ്യാം. എന്നാലേ ഞങ്ങൾ ഒച്ചപ്പാടും ബഹളമൊന്നും നിങ്ങൾ കേൾക്കൂല. പിന്നെ ഇവിടെ എങ്ങനെയൊക്കെ ഉണ്ടാവും, ഇതല്ലതിൻ്റെ അപ്പുറം വലിയ മങ്ങൾ നോക്കിക്കോളേ. ഇവിടെയൊക്കെ ഒരു പെണ്ണിനെ ഞാൻ കൊണ്ടുവരും, ഒരു സുന്ദരി പെണ്ണ്, വക്കീൽ പെണ്ണിനെ. ആ പെണ്ണിനെ ഞാൻ കൊണ്ടുവന്നിട്ട് ഇവിടെ കിടത്തി കാണിക്കണം, നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണ്ട്. അവളൊന്ന് നിരകിപ്പിക്കണം എനിക്ക്. മോനെ ഈ വേണ്ടാത്തൊന്നും ചെയ്യല്ലേ, പെൺകുട്ടികളെ ഭാവിജി കേടെടുത്തല്ലേ. ഭാവി കേടെടുത്തൂല, ഭാവി അങ്ങനെ സുരക്ഷിതമാക്കി വെക്കും. ഒരാളെ ഞാൻ വീൽ ചെയറിൽ ഇരുത്തിക്കണ്. വലിയമ്മക്കറിയോ? ആദ്യം മോളെ, ഓളെ എന്താ കാട്ടിയത്? എന്താ ഓളെ 2 കാലും ഒടിച്ച് ഞാൻ വീൽ ചെയറിൽ ഇരുത്തി. ഇനി അവൾക്ക് നടക്കാൻ പറ്റില്ല, നടക്കരുത്, നടക്കാൻ പാടില്ല. ശരിക്കും ജസീറിൻ്റെ ആ ഒരു ദുഷ്ടചിന്തകൾ, ആ ദുഷ്ടവാക്കുകൾ അതെല്ലാം കേട്ട് ആ വല്യമ്മ കണ്ണീർ വാർത്തു. പാവൻ്റെ കുട്ടി സഫീർ, ഓൻ എന്ത് നല്ല മോനായിരുന്നു. ഓന് റബ്ബേ എപ്പോഴും എൻ്റെ അടുത്ത് വരും, സംസാരിക്കും, നല്ല രീതിയിലായിരുന്നു. ഇവിടെ എല്ലാ സുഖവും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്, സെർവൻസ് ഉണ്ട്, ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ, സ്നേഹത്തോടൊരു വാക്ക് സ്വന്തം മരുമകളോ അല്ലെങ്കിൽ പേരക്കുട്ടിയോ പറയുന്നില്ല. എൻ്റെ സഫീർ പോയതിന് ശേഷം എൻ്റെ സന്തോഷമൊക്കെ കഴിഞ്ഞു പോയി. ആ വല്യമ്മ ഓരോന്ന് ഓർത്തു. എന്നാൽ ഈ സമയം അതാ നമ്മുടെ ഐഷുവിൻ്റെ വീട്ടിൽ പെണ്ണ് കണ്ടുവന്ന ആ ഒരു സന്തോഷത്തിലായിരുന്നു അവർ. ഉമ്മ എന്താടി? ഉമ്മ ഇനി അധികം നീട്ടിയിടണ്ട കേട്ടോ. എന്താടി, എന്നാൽ കൂട്ടിക്കൊണ്ടെന്നാൽ മതിയായിരുന്നല്ലോ. എന്നാൽ ഉപ്പ ചിരിച്ചുകൊണ്ട് അങ്ങോട്ട് വന്നു. അതെ, ആദ്യം മോളെ കണ്ടുവന്നപ്പോൾ ഇവിടേക്ക് കൂട്ടിയാൽ മതിയായിരുന്നു തോന്നലേ. അതെ ഇക്ക, സത്യമായിട്ടും എന്തെന്നറിയില്ല, എത്ര സ്നേഹമുള്ള മനുഷ്യരില്ലേ. പിന്നെ ആ വാഴക്കിലൊക്കെ പഴുപ്പിക്കാൻ വെച്ചോ? അതൊക്കെ ഞാൻ എപ്പോഴും ചാക്കിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഏതായാലും മാഷാ അല്ലാ. എന്നാൽ ഉപ്പയോടായിട്ട് ഐഷു പറഞ്ഞു, ഉപ്പ ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടുന്ന് നല്ല അടിപൊളി വാഴക്കുലയും അതുപോലെ നല്ല വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കിട്ടുമല്ലേ. നല്ല നാച്ചുറലായിട്ടുള്ളത് കഴിക്കാമല്ലോ. ഞമ്മക്ക് അത്ര തൊടും കാര്യങ്ങളും ഇല്ലല്ലോ, ഞമ്മക്ക് ഈ ഒരു തൊടു തന്നെ ഉള്ളൂ. ഈ തൊടുവിൻ്റെ ഈ ഒരു 5 സെൻറ്റിൽ ഒരു വീടും അതിന് മേലേക്ക് 2 റൂമും ഉണ്ട്, അതന്നെയല്ലേ ഉള്ളൂ. ഞമ്മക്ക് പറമ്പും കാടും തൊടൊന്നും ഇല്ലല്ലോ. ഉപ്പ എന്തിനാണ് നമുക്ക്, നമ്മുടെ ഹാദിയുടെ വീട്ടിലുണ്ടല്ലോ ഇഷ്ടം പോലെ. മോളെ അനക്ക് ഏതായാലും. എന്നാൽ ഈ സമയം അതാ ഐഷുവിനെ ഹബീബ് ഉസ്താദ് വിളിക്കുന്നു. ഹലോ ഐഷു. എന്തിക്ക? എന്തായി, പച്ചമാങ്ങ തിന്നു കഴിഞ്ഞോ? എൻ്റെ പൊന്നിക്ക, എങ്ങനെ കഴിക്കാനാ? എന്തായാലും നോമ്പ് തുറക്കട്ടെ. എന്നിട്ട് എന്താ ഐറ്റംസ് ഉണ്ടാക്കുന്നത്? കടുമാങ്ങയാണോ അതോ ഉപ്പിലിട്ടതാണോ അതോ മാങ്ങ അച്ചാറാണോ? എന്താ പെണ്ണെ, ഉണ്ടാക്കിയിട്ട് എന്നെയും വിളിക്കിട്ടോ. ഇതേ എനിക്കുള്ളതേ ഉള്ളൂ, വേണമെങ്കിൽ തരാം ഒരു കഷ്ണക്ക്. എന്നെ കൊതിപ്പിക്കല്ലേ പെണ്ണേ. എന്തായാലും അതിന് കാരണക്കാരൻ ഞാനാണ് കേട്ടോ, അധികം മറക്കല്ലേ. ഈ ഇക്കാൻ്റെ ഒരു കാര്യം അത് ഇടയ്ക്കിടയ്ക്ക് പറയണോ? അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ? അല്ല പെണ്ണേ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? അല്ല നീ എന്താ അത് ഓപ്പണാക്കി പറയാത്തത് ആരോടും? കോളേജിലെ സ്കൂളിലൊന്നും ആരും ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അന്ന് ഒരു തലകറങ്ങി വീഴലുണ്ടായപ്പോഴേ അന്ന് എല്ലാവരും എന്നോട് ചോദിച്ചിരുന്നു, എന്താ ഉസ്താദേ വിശേഷം എന്നൊക്കെ. എന്നാൽ ഞാനത് പറഞ്ഞില്ല. പക്ഷെ നീയും പറഞ്ഞില്ലേ? ഇല്ലേക്കാ, കാരണം
ഇനി ഒരു പക്ഷേ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴൊക്കെ അവരൊക്കെ എന്നെ കളിയാക്കൂലേ? എടി പെണ്ണെ, അതിപ്പോൾ എത്ര ഒളിപ്പിച്ച് വെച്ചാലും കുറച്ച് കഴിയുമ്പോഴേക്ക് അതൊക്കെ അങ്ങ് നല്ല അത് പറഞ്ഞാൽ മതി, ഇപ്പം അറിയണ്ട. എന്തായാലും 3-4 മാസമൊന്നും ഒന്നും അറിയില്ലല്ലോ. നമുക്ക് നോക്കാം, എന്തായാലും വേണ്ടില്ല. എന്നാൽ ഹബീബ് ഉസ്താദിന് തനിക്ക് പ്രിയപ്പെട്ട ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നതിൻ്റെ സന്തോഷത്തിലാണ്. പക്ഷേ ഐഷുവിൻ്റെ നിർബന്ധപ്രകാരം അത് ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു. പുറത്ത് ക്ലാസ്സിലെ കുട്ടികളും ഉസ്താദുമാർ അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ കുട്ടികൾ ആരോടും അത് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇനിയൊരു പക്ഷേ അതൊരു വല്ലാത്തൊരു ചമ്മലാകുമോ? എല്ലാവരും അറിയുമ്പോഴേ ഇനിയിപ്പോൾ ഉസ്താദിനും തന്നെ അവരുടെ മുഖത്തേക്ക് നോക്കാനൊക്കെ ഒരു അങ്ങനെയൊക്കെ, പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ എല്ലാം ചോദിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഉസ്താദിന് നാണം. അതുകൊണ്ട് തന്നെ അത് മറച്ചു വെച്ച് തന്നെ നിൽക്കുകയാണ്. എന്നാൽ ഇപ്പോഴായിട്ട് ഇടയ്ക്കിടെ അതിൻ്റെ ഒരു അടയാളങ്ങളൊക്കെ അവൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഉസ്താദ് ഒരു നിമിഷം ഞെട്ടിപ്പോവുകയാണ്. ഐഷു ആദ്യമായിട്ട് തലകറങ്ങി വീണതും ആ ഒരു ഛർദിയും അതെല്ലാം കണ്ടപ്പോഴേ ശരിക്കും ഉസ്താദിൻ്റെ മനസ്സിൽ സന്തോഷം കൊണ്ട് എന്ത് പറയണമെന്നായിപ്പോയി. പടച്ചിറബിനെ ഒരുപാട് സ്തുതിച്ചു. അതെ, സ്വന്തം വീട്ടിലേക്ക് വരെ കൂട്ടിക്കൊണ്ടുപോയിട്ടില്ല, നിക്കാഹ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചതിലേ ഉസ്താദ് എങ്ങനെ ഉമ്മയോടും ഉപ്പയോടൊക്കെ ഇത് പറയുമെന്നുള്ള നിലക്കായി. എന്നാലും പെങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ കാര്യമൊക്കെ ചോദിക്കും. പക്ഷേ അതിപ്പോൾ അല്ല, ഉമ്മാക്കും ഉപ്പാക്കും അറിയാം, ഇവിടെ ഉമ്മാക്കും ഉപ്പാക്കും അറിയാം. അതെ, പിന്നെ ഐഷുവിൻ്റെ ആങ്ങള ആഷിക്കും അറിയാം. കോളേജിലുള്ള ആർക്കും അത് അറിഞ്ഞിട്ടില്ല, ആരോടും പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവർ ചിലവ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവൾക്ക് ഏതായാലും അൽഹംദുലില്ലാ കോളേജിൽ പോകുന്നതിനൊന്നും ഒരു കുഴപ്പം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒക്കെ റാഹത്തായിട്ട് തന്നെയാണ്. അതിൻ്റേതായ ലക്ഷണങ്ങളൊന്നും വല്ലാതൊന്നും സ്കൂളിലൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ക്ഷീണം ഉണ്ടോ എന്തോ, അവൾ കിടക്കുകയാണോ അറിയില്ല. എന്തൊക്കെ തന്നെയാലും ഹബീബ് ഉസ്താദ് അവളെ വിളിച്ച് ഒരുപാട് സംസാരിച്ചു. അല്ലിക്ക, ഞാൻ പറയട്ടെ, എപ്പോഴും നിങ്ങൾ എൻ്റെ കൂടെയാണ്, പക്ഷെ എപ്പോഴും ഫോണും വിളിക്കുമല്ലോ. സമയം കിട്ടുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി വരും അല്ലേ? ചിലപ്പോൾ തറാവി കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടായിരിക്കും വരിക, ചിലപ്പോൾ അത്താഴത്തിന് മുമ്പ് അങ്ങോട്ട് തന്നെ എത്തും. അല്ലിക്ക, ഇതൊക്കെ എന്താടി? അല്ലാതെ എന്നും നേരിട്ട് നോമ്പ് തുറക്കാൻ അങ്ങോട്ടും പിന്നെ എന്നും പുതിയാപ്പിളയായി വരുമ്പോഴേ അതിനൊരു വിലയുണ്ടാവില്ല. ഇതാവുമ്പോൾ പിന്നെ ഞാനും നീയോ അറിയുള്ളൂ. എന്താ, ആര് വീട്ടുകാർ പോലും അറിയാതെ ഉമ്മ പറഞ്ഞിട്ടുണ്ട് എന്നോട്, ഇനി ഞാൻ ചോറൊന്നും വിളമ്പി വെക്കൂല. കാരണം ചിലപ്പോൾ നിന്നെ കാണൂല, ചിലപ്പോൾ നിന്നെ കാണും. അതുകൊണ്ട് തന്നെ ഉമ്മ പിന്നെ മൈൻഡ് വല്ലാതെ ചെയ്യാറില്ല കേട്ടോ. കാരണം ചിലപ്പോൾ ഞാൻ തറാവി കഴിഞ്ഞ് ചിലപ്പോൾ ഒരു കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ഇറങ്ങണം തോന്നുമ്പോൾ ഞാൻ ഇറങ്ങും. എന്നാൽ അത്താഴത്തിന് വേണ്ടി ചിലപ്പോൾ അങ്ങോട്ട് എത്തുകയും ചെയ്യും. എന്നെ വിളിക്കുമ്പോൾ ചിലപ്പം റൂമിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണാണ്ടാവില്ല. അപ്പം തന്നെ ഉപ്പാനോട് ഉമ്മ പറയും, ആ മോൻ ഇന്ന് പോയിട്ടുണ്ടാവും. അപ്പിക്ക് വാതിലൊക്കെ പൂട്ടാനാണോ? അത് എൻ്റെ റൂമിൽ നിന്ന് സെപ്പറേറ്റ് ഒരു വഴിയൊക്കെ എനിക്ക് അറിയാം. ഓ അങ്ങനെ, ഓ നല്ല ഐഡിയ പിടിച്ച കള്ളനാലേ. എൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്ക് വരാൻ എനിക്ക് ഒരാളെയും ഭയക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ നിക്കാഹ് കഴിച്ച പെണ്ണല്ലേ എൻ്റെ പെണ്ണെ. മനസ്സിലായി. എന്നാലേ ഉസ്താദ്, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്ത് കാര്യം? ആദ്യമൊക്കെ കുട്ടികൾ പറഞ്ഞിരുന്നു ഉസ്താദന്മാർ തീരെ റൊമാൻറ്റിക് അല്ല, അവർ തമാശയൊന്നും പറയില്ല, അവരെപ്പോഴും നിസ്കാരവും നോമ്പും സലാത്തും ദിക്റായിട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും. പക്ഷേ എനിക്ക് ഹബീബ് ഉസ്താദ് വന്നതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ എൻജോയ്മെൻറ്റ് കൂടിയത്. കാരണം എപ്പോഴും കിന്നരിച്ചു കൊണ്ടിരുന്ന ആ സംസാരവും എപ്പോഴും നല്ലത് തമാശയിലൂടെ പറഞ്ഞുകൊണ്ടും അങ്ങനെ അത് വളരെയധികം മനോഹരമായിട്ട് തോന്നി. ഒരു വിവാഹ ജീവിതം, സത്യം പറഞ്ഞാൽ വിവാഹ ജീവിതം ഇത്രമാത്രം മനോഹരമാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. എൻ്റെ പെണ്ണെ, അത് പിന്നെന്താ, നമുക്ക് നിർബന്ധമുള്ള കാര്യങ്ങൾ നിനക്കറിയില്ലേ? മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാഇന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഭാര്യയുടെ മുഖത്ത് നോക്കി സംസാരിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആളുകൾ അങ്ങനെയുണ്ടോ? എല്ലാവരും ഫോൺ നോക്കി ഇരിക്കും, കിടന്നുറങ്ങും. അതന്നെ, സ്വന്തം ഭാര്യയുടെ മുഖത്തേക്കൊന്ന് നോക്കേ, നല്ല രീതിയിൽ ഒന്നോ രണ്ടോ സംസാരിക്കുകയും ചെയ്യാൻ പലർക്കും ഒഴിവില്ല. എല്ലാവരും ജോലി കഴിഞ്ഞ് വന്ന് ഫോൺ എടുക്കും, പിന്നെ ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങും. എന്നാൽ നമ്മുടെ ഹബീബ് പഠിപ്പിച്ച മാതൃക, അതുകൊണ്ടാണ് നീ ഉണ്ടാകുമ്പോൾ ഫോൺ പോലും എടുക്കാത്തത്. അത് ശരി, എന്നോട് പറഞ്ഞിരുന്നല്ല ബെഡ്റൂമിൽ നമുക്ക് ഫോൺ വേണ്ടാന്ന്. അതാണ്, ബെഡ്റൂമിൽ നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പങ്കാളിയോടുള്ള സ്നേഹം കുറയും, അവരെക്കുറിച്ചുള്ള ചിന്തകൾ മാറും. എന്നാൽ ബെഡ്റൂമിൽ ഫോണ് ഇല്ലാതെ അത് അങ്ങനെ സൈലൻ്റ് ആക്കി അവിടെ വെക്കുക, എന്നിട്ട് നമ്മൾ നമ്മളുടെ കാര്യങ്ങളിലേക്ക് ഏർപ്പെടുക, നമ്മൾ സംസാരിക്കുക.
അങ്ങനെ ആകുമ്പോഴല്ലേ പെണ്ണെ റഹ്മത്തിൻ്റെ മലക്കുകൾ നമ്മുടെ റൂമിലേക്ക്, നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങുക. ഭാര്യയും ഭർത്താവും പരസ്പരം കൈ പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇടയിലൂടെ കൈകൾക്കിടയിലൂടെ, വിരലുകൾക്കിടയിലൂടെ ദോഷങ്ങൾ പുറത്തു പോകും എന്നാണല്ലോ, അല്ലേ? എൻ്റെ ഇക്ക സത്യം പറഞ്ഞാൽ ഉസ്താദിനെ കല്യാണം കഴിച്ചത് നന്നായിട്ടോ. ആദ്യം പറഞ്ഞപ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുകയാണ് മാഷാ അല്ലാ അൽഹംദുലില്ലാ ഏറ്റവും നല്ലത് നിങ്ങളുടെ കൂടെയുള്ള ജീവിതം തന്നെയായിരുന്നു എന്നുള്ളത്. എന്താ ഉസ്താദുമാരെന്താ ജിന്നാണോ? അല്ല, അങ്ങനെയല്ല. ചില ആളുകൾ പറയും ഉസ്താദുമാരെ കല്യാണം കഴിച്ചാൽ തീരെ എന്നും ഹിജാബൊക്കെ ഇട്ട് സ്വാതന്ത്ര്യമില്ലാത്ത ജീവിതമായിരിക്കുമെന്ന്. പക്ഷെ അങ്ങനെയല്ലല്ലോ എൻ്റെ ഉസ്താദ്. ശരിയാണ്, അത് പെണ്ണെ ഹിജാബ് എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹമുള്ളവരുടെ അവരുടെ ഭാര്യമാർക്ക് കൊടുക്കുന്നതാണ്. അതായത് എൻ്റെ ഭാര്യയെ മറ്റാരും കാണരുത്, അതെനിക്ക് മാത്രം ഉള്ളതാണ് എന്നതിൻ്റെ ഒരു അടയാളമാണ് ഹിജാബ്. മറ്റൊരാളും എൻ്റെ പെണ്ണിൻ്റെ മുഖം കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതെനിക്ക് മാത്രം ആസ്വദിക്കാനുള്ളതാണ്, എനിക്ക് മാത്രം ഉള്ളതാണ്. അത് ആരങ്ങനെ പറയുക? സ്നേഹമുള്ള എനിക്ക് നിന്നോട് അത്രക്കും സ്നേഹം ഉണ്ടായതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. മനസ്സിലായല്ലോ? സ്നേഹമുള്ള എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ സമ്മാനിച്ചത് നിക്കാബ്. ശരിയാണ് ഇക്ക, സത്യമായിട്ടും. അത് ഞാൻ മാത്രം കണ്ടാൽ പോരെ? എൻ്റെ ഐഷുവിൻ്റെ സൗന്ദര്യം മതി, എമ്പാടും മതി. ഞാൻ നിന്നെ എല്ലായിടത്തേക്കും കൊണ്ടുപോകാറില്ലേ? ഉണ്ടല്ലോ, നമ്മൾ റിസോർട്ടിൽ പോയി റൂം എടുത്ത് ഊഞ്ഞാലയാടി, നമ്മൾ ബീച്ചിൽ പോയിരുന്നു. എവിടേക്ക് പോകുന്നു? അതേടി, നിനക്ക് സേഫ്റ്റിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നിന്നെ എങ്ങോട്ടും എനിക്ക് കൊണ്ടുപോകാം. എനിക്ക് സന്തോഷമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ എൻ്റെ ഹൂറി പെണ്ണല്ലേ നീയെ. ഹബീബ് ഉസ്താദിൻ്റെ ആ ഒരു കൊഞ്ചൽ കേട്ട് അവൾ വീണ്ടും ഐഷു പറഞ്ഞു, ഓ ഇപ്പോഴും ഇങ്ങനെ എന്നെ കൊഞ്ചിച്ചോളിട്ടോ. പിന്നെന്താ, നീ എത്ര മക്കളെ പെറ്റാലും നീ എൻ്റെ പെണ്ണ് തന്നെയല്ലേ, എൻ്റെ സുന്ദരി പെണ്ണ്. അതെ, ഉസ്താദിൻ്റെ ആ ഒരു സ്നേഹത്തിന് മുമ്പിൽ ഐഷുവിൻ്റെ മനസ്സ് നിറഞ്ഞു. അല്ല പെണ്ണേ, ക്ലാസ്സിലൊക്കെ ഒന്ന് പറഞ്ഞൂടെ ഈ കാര്യം? നമ്മുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞതിഥി വരാൻ നിൽക്കുന്നുണ്ട് എന്നുള്ളത്. എനിക്ക് മടിയാ, ഞാൻ പറയില്ല. പിന്നെ നിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നിന്നോട് ചോദിച്ചില്ലേ? കുറച്ച് കഴിയട്ടെ. പിന്നെ പെട്ടെന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും പരിഭവമായിരിക്കും കേട്ടോ. എല്ലാവരും അന്വേഷണം അത് മാത്രമാണ്, എന്തായി എന്നൊക്കെ ഉള്ളത്. എന്തൊക്കെ തന്നെയല്ലേ, ഇൻഷാ അല്ലാ. പിന്നെ ആഷി ഉസ്താദിൻ്റെ കല്യാണം കഴിയട്ടെ, നിക്കാഹ് കഴിയട്ടെ, എന്നിട്ട് പറയാം. അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കെട്ടിയ ഉടനെ തന്നെ അവൾ പ്രഗ്നൻ്റായി എന്ന് പറഞ്ഞെല്ലാവരും കളിയാക്കിയാലോ? എന്താടി കളിയാക്കിയാലും അതെൻ്റെ കുഞ്ഞല്ലേ, പേടിക്കാവുന്നില്ല. ഇല്ല, പേടിക്കാണ്ടായിട്ടല്ല. എന്നാലും ഉസ്താദും ഐഷും ഒരുപാട് സമയം അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഹബീബ് ഉസ്താദ് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഫോണിൽ സംസാരിക്കുന്ന എന്തിനല്ലേ, നേരിട്ടങ്ങ് വന്നാൽ പോലെ. അല്ലോ, അത് വേണ്ട, ഇനി നാളെ മതി. അവൾ അത് പറഞ്ഞപ്പോൾ ഉസ്താദ് പറഞ്ഞു, നോക്കട്ടെ, അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. ഐഷ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് റൂമിലിരുന്നു. എന്നാലും ഉസ്താദിൻ്റെ ഒരു കാര്യം, പഠിച്ചോനെ, ഉസ്താദുമാരെ കല്യാണം കഴിച്ചാൽ ജീവിതം കട്ട പുകയായിരിക്കും, പുറലോകം കാണൂല എന്നൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഉസ്താദ് മാഷാ അല്ലാ എല്ലാം കൊണ്ടും നല്ലവൻ തന്നെയാണ്. അത് എന്നെ എല്ലാ പാർക്കിലേക്കും ബീച്ചിലേക്കും എല്ലായിടത്തേക്കും കൊണ്ടുപോകും, റിസോർട്ട് എടുത്ത് താമസിക്കും, എല്ലാ കാഴ്ചകളും കാട്ടിത്തന്നു. പോരാത്തിന് പരിശുദ്ധമാക്കപ്പെട്ട ഉംറയും നിർവഹിച്ചു, മദീനയിലും പോയി അവിടുത്തെ കാഴ്ചകളെല്ലാം കാട്ടിത്തന്നു. അല്ലാ, ഒരു ഉസ്താദിനെ ഇതിലേറെ എന്ത് ഗുണമാണ് റഹ്മാനെ വേണ്ടത്? മാഷാ അല്ലാ റഹ്മാനെ, എൻ്റെ പ്രിയപ്പെട്ട ഹബീബ് ഉസ്താദിനെ അള്ളാഹുവെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. അവൾ മനമുരുകി പ്രാർത്ഥിച്ചു. പെട്ടെന്ന് വാതിലിൽ ഒരു മുട്ട് കേട്ടു. അല്ലാ, അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി. പഠിച്ചോനെ, ഇതിപ്പോൾ കുറച്ചു മുമ്പല്ലേ സംസാരിച്ചത്? അതിന് ഉമ്മയായിരിക്കോ? അവൾ നേരെ ചെന്നു. ഓ, ഉമ്മയായിരിക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വാതിൽ അപ്പോൾ തന്നെ ഹബീബ് ഉസ്താദ് കുറ്റിയിട്ടു. എന്താ? ഓ, വന്നുല്ലേ, ഞാൻ വിചാരിച്ചൊന്ന് വരില്ലെന്ന്. എന്താ വരാൻ പാടില്ലേ? അല്ല, ഞാൻ എൻ്റെ പെണ്ണിൻ്റെ അടുത്തേക്കല്ലാതെ പിന്നെ ഞാൻ ആരുടെ അടുത്തേക്കടി പോവാ? ഉസ്താദ് ഐഷുവിനെ ചേർത്ത് പിടിച്ചു. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.